പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. നമസ്കാരം. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ സൺഡേ ആയി, സ്വർണ്ണവർഷമായിട്ട് ഞാൻ എത്തി. സ്വർണ്ണവർഷം എന്ന് പറയുമ്പോൾ എന്താണ്? സ്വർണം സമ്മാനമായിട്ട് തരിക എന്നുള്ളതാണ് പരിപാടി. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഫോൺ എടുത്ത് കാണുന്ന നമ്പറിലൊന്ന് വിളിക്കുക. വിളിച്ചിട്ട് ഈ കാണുന്ന നമ്പേഴ്സിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. ചൂസ് ചെയ്യുമ്പോൾ ഞാൻ ചെന്ന് തുറന്നു നോക്കുന്നു, സ്വർണ്ണം അതിനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്നു. ഇത്ര ഈസി ആയിട്ട് സമ്മാനം അടിക്കാവുന്ന ഒരു ഗെയിമാണ് ഗെസ് ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. എന്തായാലും സ്വർണ്ണവർഷത്തിൽ ഇന്നൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്നത് ആക്ച്വലി ഡയമണ്ട്സും ഗോൾഡും ആണ്. അതായത് നമ്മുടെ പോത്തീസ് സ്വർണ്ണമഹലിൽ നിന്നുള്ള ഓർണമെൻറ്റ്സ് ആണ് ഇന്ന് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ നെക്ക് പീസ് ആണെന്നുണ്ടെങ്കിലും, അതുപോലെ ഇയറിംഗ് ആണെന്നുണ്ടെങ്കിലും, ഈ ബാങ്കിളാണെന്നുണ്ടെങ്കിലും ഒക്കെ അവിടുത്തെ ഡയമണ്ട്സ് ആണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഗോൾഡാണ്. അപ്പോൾ ഇതൊക്കെ ഇട്ട് നിൽക്കുന്നതിൻ്റെ ഒരു കാര്യം, നിങ്ങളെ ഒരു കാര്യം കൂടെ അറിയിക്കണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ ഇപ്പോൾ സ്വർണ്ണവർഷം എന്ന് പറയുന്ന പോലെ സ്വർണ്ണ വൃക്ഷം എന്ന ഒരു സ്കീം നമ്മുടെ സ്വർണ്ണമഹൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്കീമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം. നോർമലി നമ്മൾ സ്വർണം വാങ്ങാൻ പോകുമ്പോൾ ഇപ്പോൾ പഴയതൊക്കെ കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, നമ്മൾ സ്വർണത്തിൻ്റെ വില കിട്ടും, അതിനുശേഷം നമുക്ക് അവിടെ നിന്ന് വാങ്ങണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പണിക്കൂലി കൊടുക്കണം അല്ലേ. അപ്പം നമ്മളൊരു പവൻ കൊണ്ടുപോയി എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ കയ്യിൽ നിന്ന് കുറച്ച് കാശും കൂടി ഇടേണ്ടി വരും. അതത്ര നമുക്കൊരു സുഖമുള്ള കാര്യമല്ലേ അല്ലേ. സ്വർണം കൊടുത്തിട്ട് വാങ്ങുമ്പോൾ എക്സ്ട്രാ കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സ്കീമാണ്. അതെങ്ങനെയാണെന്നറിയാമോ? അതായത് നിങ്ങളിപ്പോൾ കുറച്ച് സ്വർണ്ണമായിട്ട് പോകുന്നു, പഴയ സ്വർണ്ണമായിട്ട് പോകുന്നു, അത് അവിടെ കൊടുത്തിട്ട് 11 മാസം അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാണ് ആ ഗോൾഡ് എന്നുണ്ടെങ്കിൽ 11 മാസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് ശരിക്കും 18% വരെ പണിക്കൂലി ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് സ്വർണം വാങ്ങാൻ പറ്റും. 18% കൂടുതൽ പണിക്കൂലിയുള്ള എന്തെങ്കിലും ഓർണമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും 18% താഴെയാണ് പണിക്കൂലി എന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പണിക്കൂലി ഇല്ലാതെ തന്നെ സ്വർണം വാങ്ങാം എന്നുള്ളതാണ്. സ്വർണം കൊടുക്കുന്ന അതേ എമൗണ്ടിൽ തന്നെ വാങ്ങാം എന്നുള്ളതാണ് ഈ ഒരു സ്കീമിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ അതാണ് സ്വർണ്ണ വൃക്ഷം എന്ന് പറയുന്ന സ്കീം. ഓക്കെ, നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് കിടക്കാം അല്ലേ. അപ്പോൾ ഗെയിമിലോട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് വിളിക്കണം. എന്നോട് വിളിച്ച് നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ പറയണം, നമുക്കത് തുറന്നു നോക്കണം. ഓക്കെ, നമുക്ക് ആദ്യത്തെ കോളറിലോട്ട് പോകാം. അതിന് മുന്നേ ശരിക്കും നമുക്ക് വാട്സപ്പിലൂടെയും ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഒന്ന് സെൻഡ് ചെയ്താൽ മതി. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ വാട്സപ്പിലും അയക്കുക. വാട്സപ്പിൽ അയക്കുന്നതിന് കൂടെ നിങ്ങൾക്ക് വിളിക്കുകയും ചെയ്യാം കേട്ടോ. വാട്സപ്പിൽ ഒറ്റ തവണ മാത്രമേ അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. എന്തായാലും നമ്മുടെ ആദ്യത്തെ കോളറിലോട്ട് പോവാം. ഹലോ, ആരാണിത്? ബിന്ദു. എവിടെ നിന്നാണ് വിളിക്കുന്നേ? ഏറ്റുമാനൂർ. വീട്ടിൽ ആരൊക്കെയുണ്ട് ബിന്ദു? വീട്ടില് ഹസ്ബൻഡ്, അമ്മ. ഹസ്ബൻഡും അമ്മയും ഉണ്ട്. എല്ലാരും ഉണ്ടോ ഇപ്പൊ വീട്ടില്? ഇപ്പൊ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് വെളിയിൽ പോയിരിക്കും. ഉള്ളൂ. സൺഡേ ആയിട്ട് എന്താ പരിപാടി? നമ്മുടെ ഈ ഒരു 2024 വന്നിരിക്കുന്ന ലാസ്റ്റ് സൺഡേ ആണ് ഈ വർഷത്തിന്റെ അല്ലേ? പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വൈകുന്നേരം എവിടെയെങ്കിലും പോകുന്നുണ്ടോ? വൈകുന്നേരം സിനിമ കാണാൻ പോകും. സൺഡേ സിനിമ കാണാൻ പോകും. അത് തന്നെ ധാരാളം അല്ലേ. ഏത് സിനിമ എന്ന് പ്ലാൻ ചെയ്യുന്ന കാണാൻ? പ്ലാൻ ഒന്നും എനിക്ക് അറിയില്ല. ചേട്ടൻ പ്ലാൻ ചെയ്യും, ഞങ്ങൾ പോയി കാണും. അത്രേ ഉള്ളൂ. ഓക്കെ, യെസ്. ഏതാണ് നമ്പർ ബിന്ദു? നമ്പർ 61. 61. ഓക്കെ, 61 ബിന്ദുവിന് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സീ. അയ്യോ, ഇല്ലല്ലോ. സാരില്ല കേട്ടോ, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, ബൈ. യെസ്, അവിടെ ഏറ്റുമാനൂരിൽ
സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. കോഴി ഊന്നൊക്കെ കേൾക്കാൻ നന്നായിട്ടേ. കോഴി ഒപ്പം സംസാരിച്ചു എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ, നമസ്കാരം. ആരാണ്? കല. ഓക്കെ, മരുതൻകുഴിയിൽ നിന്നല്ലേ? ഓക്കെ, യെസ്, മരുതൻകുഴിയിൽ നിന്ന് കല എന്നല്ലേ പേര്? ഓക്കെ ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട് ചേച്ചി? വീട്ടിൽ എന്റെ ചേച്ചിയുടെ മോളുണ്ട്, അവരുടെ മോനും ഉണ്ട്. ആ യെസ്, ഇടയ്ക്ക് വിളിക്കാറുള്ള ചേച്ചിയല്ലേ? അതെ അതെ. ഇപ്പൊ ലാസ്റ്റ് വിളിച്ചപ്പോ ഏതോ റിലേറ്റീവ് ഒക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതെ 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 അതെ. അവര് തന്നെയാണോ? അതെ, അവര് തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? അവര് തന്നെയാണ്. ഓക്കെ ഓക്കെ, യെസ്. അപ്പൊ ഏതാണ് നമ്പർ ചേച്ചി? 23 അല്ലേ? 23. ഓക്കെ, 23 കല ചേച്ചിക്ക് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഗോൾഡ് ഉണ്ടോ? നിഹി, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, കല ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ള കല ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി ഇനിയും വിളിക്കുക. എപ്പോഴെങ്കിലും ഒക്കെ ഗോൾഡ് കിട്ടും. എല്ലാ തവണ നമുക്ക് കിട്ടണമെന്നില്ലല്ലോ അല്ലേ? ഗസ് ചെയ്യുന്നല്ലേ ഉള്ളൂ നമ്മൾ. അതിനോടൊപ്പം തന്നെ നിങ്ങൾ വാട്സപ്പിലും അയക്കാൻ മറക്കരുത്. 8086 ഞാൻ നമ്പർ ചെറുതായിട്ട് യെസ് 8086011443 എന്ന നമ്പറാണ് കേട്ടോ. ഇടയ്ക്ക് മറക്കാം, മറവിയാവാലോ. 8086011443 എന്ന നമ്പറിലോട്ടാണ് നിങ്ങൾ വാട്സപ്പിൽ അയക്കേണ്ടത്. വാട്സപ്പിൽ അയക്കുമ്പോൾ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, അതുപോലെ തന്നെ നിങ്ങൾ ഏത് നമ്പറാണ് ചൂസ് ചെയ്യുന്നത് അതും കൂടെ അയക്കുക. ഓക്കെ, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വിളിച്ചും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷെ വിളിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് കിട്ടിയെന്ന് വരും. പക്ഷേ വാട്സപ്പിൽ ഒറ്റ തവണ മാത്രമേ പറ്റൂ. ഒരുപാട് തവണ ആയിക്കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈ ആവും. അതുപോലെ തന്നെ 12:45 വരെ നമുക്ക് സമയമുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ, ഇതാരാണ്? വേണുഗോപാൽ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് ചേട്ടാ? എന്തോ ഇനി മുന്നേ വിളിച്ചിട്ടുള്ള ചേട്ടൻ അല്ലേ? ആലപ്പുഴന്ന്. ഓർക്കുന്നുണ്ട്. വീട്ടിൽ ആരൊക്കെയുള്ള? വൈഫ് അല്ലേ? ശ്രീരഞ്ജിനി. യെസ് അറിയാം. ആ പേരാണ് കുറച്ചും കൂടെ എനിക്ക് ഓർമ്മ. ശ്രീരഞ്ജിനി കേൾക്കുമ്പോൾ നല്ല ഓർമ്മ. വന്നിട്ടുണ്ട്. സൺഡേ ആയതുകൊണ്ട് വന്നല്ലേ? ആഹാ, ഓക്കെ. ശ്രീവല്ലഭനും ശ്രീയും. ശ്രീ. ഓക്കെ. അപ്പൊ ഇന്ന് അവിടെ നിന്നാണ് ലഞ്ച് അല്ലേ? ഓക്കെ. യെസ്. അപ്പൊ ഏതാണ് നമ്പർ ചേട്ടാ സെലക്ട് ചെയ്തത്? 67. ഓക്കെ, 67. ചേട്ടൻ, അതായത് ചേട്ടന്റെ ഏജ് ആണോ പറഞ്ഞത് ചേട്ടൻ? ആണോ? 76 67 ആക്കി അല്ലേ? ഇല്ല. ഓക്കെ, നമുക്ക് 67 ഉണ്ടോന്ന് നോക്കാം. ഗോൾഡ്. ഓക്കെ, ലെറ്റ്സ് സീ 67 വേണുഗോപാൽ ചേട്ടന് ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. അതെ, തിരിച്ചു പറഞ്ഞ. അപ്പൊ ലക്ക് ചേട്ടന്റെ ലക്ക് തന്നെയാ കേട്ടോ. അതെ, അവരും കൂടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ വീട്ടില്? അപ്പൊ അവരുടെയും കൂടെ ലക്കാണ്. അടിപൊളി. ചേട്ടന് ഫസ്റ്റ് ടൈം ആണോ കിട്ടുന്നേ? ശ്രീരഞ്ജിൻ ചേച്ചിക്ക് ഇന്ന് മുന്നേ കിട്ടിയിട്ടുണ്ടല്ലേ? ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. യെസ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അടിപൊളി. അപ്പൊ രണ്ടാമത്തെ ഗോൾഡ് ആണ്. ഇനിയും ഇതുപോലെ ഗോൾഡ് അടിക്കണം. എന്തായാലും 2024 അവസാനിക്കുന്ന സമയത്ത് എന്താ ഒരു സമ്മാനമൊക്കെ തന്നിട്ടാണ് പോകുന്നത് അല്ലേ? അതെ. അപ്പൊ ഇതുപോലെ തന്നെ ഇതേപോലെ തന്നെ സമ്മാനങ്ങളൊക്കെ ഒരുപാട് കിട്ടട്ടെ 2025. അപ്പൊ താങ്ക് യു സോ മച്ച് ചേട്ടാ. ടാറ്റാ. ഹാപ്പി ന്യൂ ഇയർ. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ബൈ. എല്ലാവർക്കും അതെ എല്ലാവരും കേൾക്കുന്നുണ്ട്. താങ്ക് യു, ബൈ. സോ നമ്മുടെ ഫസ്റ്റ് വിന്നറിനെ നമുക്ക് കിട്ടി അല്ലേ? ഒരുപാട് നമുക്ക് ലേറ്റ് ആക്കേണ്ടി വന്നില്ല. ആദ്യത്തെ ഒരു 3 കോളേഴ്സിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് വിന്നറിനെ കിട്ടി എന്നുള്ളതാണ് ഭയങ്കര സന്തോഷം. അപ്പോൾ ഇനിയും വിന്നേഴ്സിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കിട്ടണം. അപ്പോൾ നിങ്ങൾ ഗസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടൊക്കെ ഗസ് ചെയ്യുക. അങ്ങനെ പറഞ്ഞാൽ ആർക്കും പറ്റില്ല. എങ്കിൽ പോലും ഇപ്പോൾ തന്നെ ചേട്ടൻ കണ്ടില്ലേ, ചേട്ടൻ്റെ ഏജ് തിരിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ അത് ലക്കായി അല്ലേ? ഇതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ പല ഇതുപോലെ നമുക്ക് ലക്ക് കൊണ്ടുവരാൻ ചാൻസ് ഉള്ള നമ്പേഴ്സ് ഉണ്ടാവും നമ്മുടെ ലൈഫിൽ തന്നെ അല്ലേ? നമ്മുടെ ഏജ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ ഏതെങ്കിലും ഡേയ്സ് ആവാം, സ്പെഷ്യൽ
നിങ്ങളുടെ ലക്കി നമ്പർ ആവാം, എന്തുമാവാം. എന്നെ തിരിച്ചു മറിച്ച് നോക്കിയിട്ടൊന്ന് പറഞ്ഞു നോക്കിയത് ഇതുപോലെ ചിലപ്പോൾ കിട്ടി എന്ന് വരും. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ, ആരാണിത്? അമൃത കൃഷ്ണൻ. അമൃത. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നത് അമൃത? നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകര. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, വീട്ടിൽ ആരൊക്കെ ഉണ്ട് അമൃതയുടെ? അച്ഛൻ, അമ്മ, ചേട്ടൻ. അച്ഛൻ, അമ്മ, ചേട്ടൻ. അമൃത എത്രാം ക്ലാസ്സിലാ? 7ാം ക്ലാസ്സില്. 7ാം ക്ലാസ്സിലാണ്. അപ്പൊ വെക്കേഷനൊക്കെ ആയിട്ട് എന്താണ് പരിപാടി? നാളെ ഇനിയിപ്പോ സ്കൂളിൽ പോണ്. ഓ, കഴിഞ്ഞല്ലേ വെക്കേഷൻ. വിഷമാണല്ലേ? ഓ ഏ സീന അല്ലേ? സ്കൂളിൽ പോണ ഇഷ്ടല്ലേ? സ്കൂളിൽ പോകുന്ന ഇഷ്ടമല്ലേ? ചെറുതായിട്ട്. ഓ, ഫ്രണ്ട്സിനെ ഒന്നും മിസ് ചെയ്യുന്നില്ല അപ്പൊ? കുറഞ്ഞു പോയി എന്നല്ലേ വെക്കേഷൻ? അതാണ് വിഷമം അല്ലേ? എവിടെങ്കിലും പോയോ? ടൂർ വല്ലതും പോയോ വെക്കേഷന്? ഇല്ല, അമ്മാമ്മയുടെ വീട്ടിലൊക്കെ പോയി. അമ്മാമ്മയുടെ വീട് എവിടെയാ? ദൂരെയാണോ? ഇല്ല, ഇവിടെ അടുത്താണ്. കസിൻസിനെയൊക്കെ കണ്ടോ? ഓ, കസിൻസിനെയൊക്കെ കണ്ടു. ഓക്കെ ഓക്കെ. സിനിമയൊക്കെ കണ്ടോ? ഇല്ല. ഇല്ലേ? എന്തായാലും ഇന്നും കൂടെ ഉണ്ടല്ലോ വെക്കേഷൻ, ഇന്നൊരു സിനിമയാവാം. ഓക്കെ, സിനിമയ്ക്ക് പോവോ? പോണം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഏതാണ് നമ്പർ? 25. 25. യെസ്, 25 ഗോൾഡ് ഉണ്ടോ അമൃതയ്ക്ക് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. 25 ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. യെസ്, ഗോൾഡ് അടിച്ചിരിക്കുകയാണ് അമൃതയ്ക്ക്. അമൃതയുടെ സ്ഥലം എവിടെയായിരുന്നു അമൃത? നെയ്യാറ്റിൻകര. അടിപൊളി. സ്വർണം കിട്ടുമെന്ന് വിചാരിച്ചായിരുന്നു അമൃത? ഇല്ല. അപ്പൊ എന്തായാലും സ്വർണം കിട്ടിയ സ്ഥിതിക്ക് ഇന്നിപ്പോ സെലിബ്രേഷൻ ആണ്. ഇന്ന് സിനിമയ്ക്ക് പോയേ പറ്റുള്ളൂ. സെറ്റ് അല്ലേ? ഈ ഗോൾഡ് ആർക്ക് കൊടുക്കും? അച്ഛന് കൊടുക്കും. അമ്മയ്ക്ക് കൊടുക്കൂല? ഹലോ, കൊടുക്കും. അമ്മ അവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ഒരിക്കൽ കൂടി. അതുപോലെ തന്നെ നല്ലൊരു വർഷം ഇനി വരാൻ പോവാണ് 2025. അപ്പോൾ ഒരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുക കേട്ടോ. താങ്ക് യു. ബൈ. വാവ്, ബാക്ക് ടു ബാക്ക് ഒക്കെ സ്വർണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതെന്താണ് സംഭവിക്കുന്നത് അല്ലേ? സാധാരണ ഒന്ന് കഴിഞ്ഞാൽ 2-3 കോളെങ്കിലും നോർമലി കഴിയാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ ബാക്ക് ടു ബാക്ക് 2 സ്വർണ്ണമാണ് നമുക്ക് കൊടുക്കാൻ പറ്റിയത്. ഇനിയും സ്വർണ്ണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യരുത്. വിളിച്ചുകൊണ്ടേയിരിക്കുക, ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനോടൊപ്പം തന്നെ വാട്സപ്പിലും അയക്കാൻ മറക്കരുത് 8086011443 എന്ന നമ്പറിലോട്ട്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് കോളിലോട്ട് പോയാലോ. ഹലോ, ആരാണിത്? ഹലോ, ഇതാരാ? റാണി രമേശ്. റാണി രമേശ് അല്ലേ? റാണി രമേശ്. യെസ്, വെൽക്കം ടു സ്വർണ്ണവർഷം. റാണി രമേശ് എവിടെന്നാ വിളിക്കുന്നേ? കോഴിക്കോട് നിന്നാണ്. ഓക്കെ, എന്താ ചെയ്യുന്നേ റാണി? എനിക്ക് ഷോപ്പുണ്ട്, ഇന്റർനെറ്റ് കഫേ ഉണ്ട്. അപ്പം റാണി തന്നെയാണോ അത് ഫുൾ നോക്കി നടത്തുന്നത്? അവിടെ എന്ന് പോവും? അതെ. ഓക്കെ, എത്ര എംപ്ലോയീസ് ഉണ്ട്? ഒരാളേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, ഇപ്പൊ കുറെ നാളായി തുടങ്ങിയിട്ട് അതോ പുതിയതായിട്ട് തുടങ്ങിയാണ്? കുറേ വർഷമായിട്ട്. ഓക്കെ ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉള്ളത് റാണി? ഹസ്ബൻഡും സിസ്റ്റർ ഇൻ ലോസും ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. യെസ്, ഏതാണ് നമ്പർ? 31 റാണിക്ക് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഇല്ല, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു. ബൈ. ഓക്കെ, അപ്പോൾ നമ്മുടെ റാണിക്ക് കിട്ടിയിട്ടില്ല, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. അപ്പോൾ നെക്സ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഇയർ വരുന്ന സ്വർണ്ണവർഷം അല്ലേ? അതായത് നെക്സ്റ്റ് വീക്കാണ്, പക്ഷേ നെക്സ്റ്റ് ഇയർ അല്ലേ 2025 ഇനി സ്വർണ്ണവർഷം വരാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ, ആരാണിത്? ജയൻ. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നേ? കിളിമാനൂർ. വീട്ടിൽ ആരൊക്കെ ഉള്ളത്? മക്കളൊക്കെ എത്രാം ക്ലാസ്സിലൊക്കെയാ? മോൻ ജോലിക്ക് പോകുന്നു. ഓക്കെ, അപ്പൊ ഏതാണ് നമ്പർ ചേട്ടാ? 45 അല്ലേ? 45. ഓക്കെ, 45 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സീ.
ഗോൾഡ് ഉണ്ടോ? 45. ഉപ്സ്, ഇല്ല. അയ്യോ സാരമില്ല സാർ. അതെ, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു. ടാറ്റാ. അപ്പോൾ കിട്ടിയിട്ടില്ല, പക്ഷെ നമുക്ക് ഓൾറെഡി 2 ഗോൾഡ് നമ്മൾ കൊടുത്തു അല്ലേ. അപ്പോൾ നമ്മൾ അത്ര എന്താ പറയുക ലേറ്റ് അല്ല, ഇങ്ങനെ ഗോൾഡ് വന്നുകൊണ്ടിരിക്കും, പക്ഷേ ഒരു ഗ്യാപ്പിന് മേ ബി വരുമായിരിക്കാം. സോ നമുക്ക് നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ. ഹലോ. ഹായ്, ഇതാരാണ്? എന്തോ? ശ്രീരഞ്ജിനി. യെസ്, വേണുഗോപാൽ ചേട്ടന് സ്വർണം കിട്ടിയ സ്ഥിതിക്ക് ചേച്ചിക്കും കൂടെ കിട്ടണമല്ലോ അല്ലേ. അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റൂലല്ലോ അല്ലേ. നോക്കാം അല്ലേ, ചേട്ടനെ തോപ്പിക്കാൻ ഒക്കോ, സ്വർണം കിട്ടുമോ നോക്കാം. എനിക്ക് ഇന്ന് കിട്ടുകയാണെങ്കിൽ ഇവിടെ ഡബിൾ ധമാക്ക. എനിക്ക് വയ്യ. ഏതാണ് നമ്പർ ചേച്ചി? 59. ഈ നമ്പർ എടുക്കാൻ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? ഡേറ്റ് ഓഫ് ബർത്ത്. ഓക്കെ, നമുക്ക് നോക്കാം. 59 ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കട്ടെ, ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ലല്ലോ. സാരില്ല സാരില്ല, ഇന്നിപ്പോ ഒരു സ്വർണം കിട്ടിയല്ലോ, അതുകൊണ്ട് നമുക്ക് വിഷമിക്കാൻ തീരെയില്ല അല്ലേ. നേരത്തെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും വേണുഗോപാൽ ചേട്ടന് കിട്ടിയ സ്ഥിതിക്ക് ചേച്ചിക്ക് തരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലേ. എന്തോ? ആ, വേറെ എവിടെ പോവാനാ. അതെ അതെ അതെ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ സ്വർണം കിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തോ? ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഓക്കെ ഓക്കെ, താങ്ക് യു. ബൈ. ഓക്കെ, യെസ്. അപ്പോൾ ശ്രീരഞ്ജിനി ചേച്ചി വേണുഗോപാൽ ചേട്ടന് സ്വർണം കിട്ടിയതിന് ശേഷം വിളിച്ചതാണ്. ചേച്ചിയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ അപ്പോൾ ഇന്ന് ഫാമിലി ആയിട്ട് എല്ലാവർക്കും കൂടെ സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഇത്തവണ കിട്ടിയില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. എന്നാലും നമുക്ക് ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരാം. ഇനി പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. യെസ്, അപ്പോൾ സ്വർണ്ണവർഷത്തിൽ നമ്മൾ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പേർക്ക് ഇതുവരെ സ്വർണ്ണം കൊടുക്കാൻ സാധിച്ചു. ഇനിയും ഗെയിം ദേ മുന്നോട്ട് കിടക്കുകയാണ്. ഇനി 3/4 ഭാഗം കിടക്കുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങൾ വിളിക്കുക, ഇനിയും ഒരുപാട് സ്വർണ്ണം കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് പങ്കെടുക്കാം. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്നത് ഓർണമെൻറ്റ്സ് എന്ന് പറയുന്നത് ഗോൾഡും ഡയമണ്ട്സും ആണ്. ഇത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വർണ്ണമഹലിൽ നിന്ന് തന്നെയാണ്, പോത്തി സ്വർണ്ണമഹലിൽ നിന്നാണ്. അപ്പോൾ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഡയമണ്ട്സ് ആണ്. അതിൻ്റെ ഡിസൈൻ നല്ല രസമുണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇയറിങ്ങും അതുപോലെ ഈ ഒരു ബാംഗിളും ഒക്കെ അവിടെ നിന്നാണ്. നല്ല രസമുണ്ടല്ലേ, എല്ലാം കോമ്പിനേഷനാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ട് നിൽക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്കീമിൻ്റെ കാര്യം കൂടെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പേര് സ്വർണ്ണവർഷമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വർണ്ണവർഷം പോലെ തന്നെ പേരിലുള്ള ഒരു സ്കീമുണ്ട്. സ്വർണ്ണവൃക്ഷം എന്നാണ് ഈ സ്കീമിൻ്റെ പേര് കേട്ടോ. സ്വർണ്ണവൃക്ഷം എന്ന് പറയുന്നത് നോർമലി നമ്മൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്ത് ഗോൾഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു വിഷമം വരും. നമ്മൾ നല്ല ഗോൾഡ് കൊടുത്തിട്ട് തിരിച്ച് അതേ ആ ഒരു പവറിൽ നമ്മൾ അല്ലെങ്കിൽ അതേ ഗ്രാംസിൽ നമ്മൾ വാങ്ങുമ്പോൾ
നമുക്ക് കുറച്ചുകൂടെ കയ്യിൽ നിന്ന് പൈസ ആവും അല്ലേ, അപ്പോൾ ഒരു ചെറിയൊരു വിഷമം വരും. അതെപ്പോഴും പണിക്കൂലിയാണ് ആവുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വിഷമം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീമാണ് സ്വർണ്ണ വൃക്ഷം. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് സ്വർണ്ണമുണ്ട്, പഴയ സ്വർണ്ണമുണ്ട്, ഇപ്പോൾ 2-3 പവൻ ഇരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ 11 months പോത്തി സ്വർണ്ണ മഹലിൽ ഇത് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ ഓൾഡ് ഗോൾഡ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 11 months വിത്തൗട്ട് ഈ പറയുന്ന പോലെ പണിക്കൂലി നമുക്ക് സ്വർണം വാങ്ങാൻ പറ്റും. അതായത് 18% വരെ പണിക്കൂലി ഫ്രീ ആണ്. അതിനുശേഷം പണിക്കൂലിയുള്ള കൂടുതൽ പണിക്കൂലിയുള്ള സ്വർണ്ണമാണ് നമ്മൾ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ ആ ഒരു 18% ശേഷമുള്ള പണിക്കൂലി കൊടുക്കേണ്ടി വരും. അതിന് കൂടുതലില്ല കുറവാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഫ്രീ ആയിട്ടാണ് നമുക്ക് പണിക്കൂലി വരുന്നത്. അപ്പോൾ സ്വർണ്ണം അതേ എമൗണ്ടിന് തന്നെ നമുക്ക് സ്വർണ്ണം വാങ്ങാൻ പറ്റും. അതാണ് ഈ ഒരു സ്വർണ്ണ വൃക്ഷം എന്ന് പറയുന്ന സ്കീമിന്റെ പ്രത്യേകത. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് കോളിലോട്ട് പോയാലോ. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? ദിവ്യ, ദിവ്യ. എവിടുന്നാ വിളിക്കുന്നത് ദിവ്യ? കൊല്ലം ജില്ലയില് മുഖത്തലയില്. കൊല്ലം ജില്ലയിൽ അല്ലേ? ഓക്കെ, യെസ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ദിവ്യയുടെ? വീട്ടില് അമ്മയുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, മക്കളുണ്ട്, 2 പേരുണ്ട്. മക്കളൊക്കെ എത്ര ക്ലാസ്സിലൊക്കെയാ? അവര് കൊച്ചു കുട്ടികളാ. ആണോ? അതിലേ ഉള്ള ഒരാള്, ഒരാൾക്ക് 1.5 വയസ്സ്. 1.5 വയസ്സ്. എന്തൊക്കെയാ പേര്? മൂത്ത ആളുടെ പേര് ശരൺ, രണ്ടാമത്തെ ആള് ശിവാംശ്. ശിവാംശ്. എൻ്റെ മോൻ്റെ പേരും ശിവാൻഷ് എന്നാണ്. ശിവാംശ് അല്ല, ശിവാൻഷ്. ഓക്കെ, സോ യെസ്, ഏതാണ് നമ്പർ ചൂസ് ചെയ്തിരിക്കുന്നത്? 15. എത്രയാണ്? 15. 15 അല്ലേ? 15. ഓക്കെ, 15ൽ സ്വർണ്ണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. 15 ഓപ്പൺ ചെയ്യട്ടെ. അയ്യോ, ഇല്ലല്ലോ. സാരല്ല കേട്ടോ. താങ്ക് യു. നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോൾ കിട്ടട്ടെ. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ബൈ. സോ യെസ്, സ്വർണ്ണം കിട്ടിയിട്ടില്ല, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക. അതിനോടൊപ്പം തന്നെ വാട്സപ്പിലും കൂടെ അയക്കാൻ മറക്കരുത്. 8086014443 എന്ന നമ്പറിലോട്ട് അയക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? കരുവാറ്റയിൽ അനുവാണേ. അനു, വെൽക്കം ടു പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. ആരൊക്കെയുണ്ട് വീട്ടിൽ? ഹസ്ബൻഡ്, ഭർത്താവ്, 2 മക്കളാണ്. ഹസ്ബൻഡും ഭർത്താവും 2 മക്കളും. ഹസ്ബൻഡും ഭർത്താവും ഒന്നല്ലേ? ഓക്കെ, യെസ്. മക്കളൊക്കെ എത്ര ക്ലാസ്സിലൊക്കെയാ? മക്കള് മൂത്താള് 4ാം ക്ലാസ്സില്, രണ്ടാമത്തെ ആള് അംഗനവാടിയിലാണ്. എന്തൊക്കെയാണ് പേര്? മൂത്ത ആളേത് അബിയ ബിനു, രണ്ടാമത്തെ ആള് അത് അഗിയ ബിനു. ഓ, നൈസ് നെയിം ആണല്ലോ. അബിയും അജിയയും. ഓ, നൈസ് നൈസ്. അജിയ അല്ലേ? ഓക്കെ ഓക്കെ. ഏതാണ് നമ്പർ ചേച്ചി? നമ്പർ 29. 29 അല്ലേ? 29ല് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കട്ടെ, ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ലല്ലോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. യെസ്, അപ്പോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതുവരെ നമുക്ക് 2 പേർക്കാണ് കൊടുക്കാൻ പറ്റിയതല്ലേ. അപ്പോൾ ഇനിയും നമുക്ക് കൊടുക്കണം. സ്വർണ്ണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നുള്ളതാണ് ആവശ്യം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ വെറുതെ നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കുക. 2024 ഒക്കെ ഇങ്ങനെ കഴിയാണ്. ലാസ്റ്റ് നമുക്കൊരു സ്വർണ്ണമൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ വർഷത്തേന് പറഞ്ഞു വിടാം അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ 2025 വരാൻ പോകുന്നു. മൊത്തത്തിൽ ആ ഒരു സന്തോഷം നമുക്ക് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു 2025നെ നോക്കി കാണാം എന്നുള്ളതാണ്. അപ്പോൾ സ്വർണ്ണ സമ്മാനം കിട്ടട്ടെ എല്ലാവർക്കും. വിളിക്കുക. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? തോമസ്. എന്തോ? തോമസ്. തോമസ്. തോമസ് എവിടെന്നാ വിളിക്കുന്നേ? മാനന്തവാടി. മാനന്തവാടി. വീട്ടിൽ ആരൊക്കെയുണ്ട് തോമസ്? ഭാര്യ, 3 മക്കള്. ഓക്കെ, തോമസ് ടിവിയിൽ ശ്രദ്ധിച്ചാ സംസാരിക്കുന്നത്. ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കോ, എന്നിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കോ. ടിവിയിൽ ശ്രദ്ധിക്കാതെ. ഓക്കെ. കേൾക്കുന്നുണ്ട്. ഓക്കെ, ഏത് നമ്പറാ ചൂസ് ചെയ്തത്? 49.
49, 49. ഈ നമ്പർ ചൂസ് ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇല്ല. ഇല്ല, ചുമ്മാ അങ്ങ് ചൂസ് ചെയ്താ അല്ലേ? ആ. 49-ൽ നമുക്ക് ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നോക്കട്ടെ 49-ൽ ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. ഹാപ്പി ആയോ? ഹാപ്പി ആയി. യെസ്. ചേട്ടന്റെ മക്കളൊക്കെ എന്താ ചെയ്യുന്നേ? മക്കൾ ഒരാള് UK യിലുണ്ട്. ആ, ബാക്കി ബാക്കി ഒരാള് BG പഠിക്കുന്നു, MSW. ആ, പിന്നെ ഒരാള് നേഴ്സായിട്ട് കോഴിക്കോട് വർക്ക് ചെയ്യുന്നു. ഇവിടെ മിൻസിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അടിപൊളി അടിപൊളി. അപ്പൊ 2024 ആയിട്ട് ചേട്ടന് അടിപൊളിയാണ്. 2024 ഇങ്ങനെ കടന്നു പോകുമ്പോൾ ചേട്ടന് ഒരുപാട് എന്താ പറയാ ഹാപ്പിനെസ് ഒക്കെ തന്നിട്ടാണ് പോകുന്നത്. സമ്മാനമൊക്കെ കിട്ടിയല്ലേ, സ്വർണ്ണ സമ്മാനം. ഇതുപോലെ തന്നെ അടുത്ത വർഷവും കിട്ടട്ടെ. ഒരുപാട് സമ്മാനങ്ങളും ഒരുപാട് സന്തോഷവും. എന്തോ ഇത് ചേട്ടന്റെ വീട്ടിലോട്ട് അയച്ചു തരും കേട്ടോ. അതൊക്കെ വിളിച്ച് എടുത്തോളും. ഓക്കെ, പ്രോഗ്രാം കഴിയുമ്പോൾ വിളിച്ചെടുത്തോളും അഡ്രസ് ഒക്കെ. ഓക്കെ, അത് വിളിച്ച് അഡ്രസ് കൺഫേം ചെയ്തിട്ട് അയക്കുള്ളൂ. ഓക്കെ ചേട്ടാ, ബൈ. ഓക്കെ, യെസ്. അപ്പോൾ മൂന്നാമത്തെ സ്വർണം നമ്മൾ കൊടുത്തു അല്ലേ? അടിപൊളി. അപ്പോൾ ഇന്ന് കുറച്ച് ഫാസ്റ്റായിട്ടാണ് സ്വർണ്ണം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഇനിയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്വർണ്ണം ഇരിപ്പുണ്ട് പല ബോക്സുകളിലായിട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ഡ്യൂട്ടി. പക്ഷേ ഇന്നത്തെ നല്ല കറക്റ്റ് ഫ്ലോയിലാണ് പോകുന്നത്. ആദ്യം സ്വർണ്ണം കിട്ടി, ഇടയ്ക്ക് കിട്ടി, പിന്നതേ കിട്ടി. അപ്പോൾ നമുക്കും ആ ഒരു അയ്യോ കിട്ടുന്നില്ല എന്നുള്ളൊരു ഫീല് വരില്ല അല്ലേ? ആ ഒരു കറക്റ്റായിട്ട് ഈവൻ ആയിട്ടാണ് ടൈമിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനോടൊപ്പം വാട്സപ്പിലും അയക്കാൻ മറക്കരുത്. 8086011443 എന്ന നമ്പറിലോട്ടെ. യെസ്. അപ്പോൾ നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, ആരാണിത്? പവിത്ര എവിടുന്ന് വിളിക്കുന്നേ? കഴക്കൂട്ട. ഇടയ്ക്ക് വിളിക്കാറില്ല പവിത്ര അല്ലേ? വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ പവിത്ര, എന്തൊക്കെയാണ് പരിപാടി സൺഡേ ആയിട്ട്? ആണോ? ഈ നമ്മുടെ ഈ വർഷം കഴിയാറാകുമ്പോൾ ലാസ്റ്റ് സൺഡേ അല്ലേ? എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണ്ടേ? പ്ലാൻ ഒന്നുമില്ല, ഒരു പ്ലാനും ഇല്ല. സ്പെഷ്യൽ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കിയോ? ഇല്ല, മൊത്തത്തിൽ ഒന്നും വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. 31-നാണോ സെലിബ്രേഷൻ? ഒന്നുമില്ല, നമ്മൾ പതുക്കെ കാമായിട്ട് 2025-നെ വരവേൽക്കുന്നു, അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ. എന്തായാലും സ്വർണം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഏതാണ് നമ്പർ? 17. 17. ഓക്കെ, 17-ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. 17-ൽ ഗോൾഡ് ഉണ്ടോ? നെഹി ഇല്ല കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. സോ പവിത്രയ്ക്ക് ഗോൾഡ് കിട്ടിയിട്ടില്ല, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. അല്ലെങ്കിൽ മേ ബി 2025 കിട്ടുമായിരിക്കും. അതായത് നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡ് നെക്സ്റ്റ് സൺഡേ എന്ന് പറഞ്ഞാൽ 2025 എത്തിയല്ലേ? സോ യെസ്, നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, ആരാണിത്? സുകുമാർ. ജയകുമാർ. എവിടുന്നാ വിളിക്കുന്നേ? ആലപ്പുഴ. വീട്ടിലാരൊക്കെയുണ്ട് ചേട്ടാ? വൈഫും കുഞ്ഞും ഉണ്ട്. ഓക്കെ, യെസ്. സൺഡേ എന്താണ് പരിപാടി? ഇല്ല. കുഞ്ഞ് എത്രയായി? എന്തോ? 4 വയസ്സായി. ഓക്കെ. അപ്പൊ കുഞ്ഞ് LKG-യിലാണോ? LKG-യിലാണ്. നാളെ തുറക്കോ? സ്കൂൾ തുറക്കില്ലേ? അപ്പൊ വെക്കേഷൻ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയോ? എവിടെയാ പോയേ? അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി. ഓക്കെ. യെസ്. അപ്പൊ ഏതാണ് നമ്പർ സെലക്ട് ചെയ്തത്? 19 അല്ലേ? 19. ഓക്കെ, 19-ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാവേ. നോക്കട്ടെ 19-ൽ ഗോൾഡ് ഉണ്ടോ? ഇല്ലല്ലോ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് ടൈം ലക്ക് ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു. ബൈ. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ. യെസ്. അപ്പോൾ ഇന്നിപ്പോൾ ഇദ്ദേഹത്തിനും കിട്ടിയിട്ടില്ല, സാരമില്ല. നമുക്ക് ഓൾറെഡി 3 വിന്നേഴ്സിനെ കിട്ടിക്കഴിഞ്ഞു. ഇനിയും വിന്നേഴ്സിനെ കിട്ടാനുണ്ട്. മേ ബി നെക്സ്റ്റ് കോളർ ആയിരിക്കും ഇനി അടുത്ത വിന്നർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഹലോ, ഇതാരാണ്?
ഭദ്ര. ഭദ്ര എവിടുന്നാ വിളിക്കുന്നേ? പാലക്കാട് പാലക്കാട്. എത്രാം ക്ലാസ്സിലാ ഭദ്ര? 9th-ലാണ്. ഓക്കെ. യെസ്. വെക്കേഷൻ എവിടെ പോയി? എവിടെയും പോയില്ല. എവിടെയും പോയില്ലേ? എവിടെങ്കിലും കൊണ്ടുപോകാൻ പറയത്തെന്താ? കൊണ്ടുപോയില്ല. ട്രൈ ചെയ്തായിരുന്നോ? ട്രൈയും ചെയ്തില്ല. വിശ്വാസം ഇല്ല കൊണ്ടുപോകുന്നു. ലോങ് വെക്കേഷൻ എവിടെങ്കിലും പോവാറുണ്ടോ? പോവാറുണ്ട്. അതാണ് മെയിൻ അല്ലേ? ചെറിയ ചെറിയ വെക്കേഷനിൽ പോവാറില്ല. ഇപ്പൊ സിനിമയൊക്കെ കണ്ടോ? കുറച്ച് സിനിമകളൊക്കെ ഇറങ്ങിയില്ലേ ക്രിസ്മസുമായിട്ട് റിലേറ്റ് ചെയ്ത്? ക്രിസ്മസ് വെക്കേഷൻ പ്രമാണിച്ച് കുറച്ച് സിനിമകൾ ഇറങ്ങിയില്ലേ? കണ്ടോ ഏതെങ്കിലും ഒക്കെ? അപ്പൊ എന്തായിരുന്നു ശരിക്കും ക്രിസ്മസ് വെക്കേഷൻ പരിപാടി? വെറുതെ ഇരുന്നല്ലേ? നോവൽ വായിച്ചോ? സ്റ്റോറീസ് വായിച്ചോ? എന്തെങ്കിലും പടം വരയ്ക്കുക? ഒന്നും ചെയ്തില്ല? ഇല്ല, സ്റ്റോറീസ് ഒക്കെ വായിച്ചു. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ചെയ്തല്ലോ, അത് മതി എനിക്ക്. ഓക്കെ. ഏതാണ് നമ്പർ? 38. 38ല് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കട്ടെ. ഗോൾഡ് ഉണ്ടോ 38ൽ? ഇല്ല. സാരല്ല കേട്ടോ. നെക്സ്റ്റ് ടൈം ഗോൾഡ് കിട്ടട്ടെ. ഇതുപോലെ ഇനിയും വിളിക്കണം. താങ്ക് യു. ബൈ. അപ്പോൾ യെസ്, അപ്പോൾ കിട്ടിയിട്ടില്ല ഗോൾഡ്. എങ്കിലും സാരമില്ല, നെക്സ്റ്റ് ടൈമും ട്രൈ ചെയ്യുക. ഇന്ന് തന്നെ വേണമെങ്കിൽ വീണ്ടും ട്രൈ ചെയ്തോളൂ, ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അല്ലെങ്കിൽ വാട്സപ്പിലും അയക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ കിട്ടട്ടെ. ഓക്കെ. സോ യെസ്, നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ, ആരാണിത്? എന്താണ് പേര്? ടെൽസൺ. ഓക്കെ. യെസ്. വീട്ടിൽ ആരൊക്കെയുണ്ട് ടെൽസൺ? എന്തോ? വൈഫുണ്ട്, ചേട്ടനുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. അപ്പൊ എന്താണ് ഇന്ന് സൺഡേ പരിപാടി? പള്ളിയിലൊക്കെ പോയിട്ട് വന്നപ്പോ ഫുഡ് കഴിക്കുന്നല്ലേ? ഓക്കെ. എന്താണ് സ്പെഷ്യൽ? ചിക്കൻ ഉണ്ട്. ഓക്കെ ഓക്കെ. യെസ്. വൈകുന്നേരം പുറത്തൊക്കെ പോകുന്നുണ്ടോ? കാർണിവൽ ഉണ്ടല്ലേ? എന്തോ? ഫോണില്ല. അവിടുത്തെ എല്ലാ പരിപാടികളും വൈകിട്ട് ക്യാൻസൽ ആക്കിയല്ലേ? പരിപാടികളൊക്കെ കുറെ ക്യാൻസൽ ആക്കി. ആ. ഓ യെസ്. അപ്പൊ ഏതാണ് നമ്പർ? 28 ആണോ? ഓക്കെ. 28ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഗോൾഡ് ഉണ്ടോ? ഗോൾഡ്. ടെൽസന് ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ലല്ലോ. സാരമില്ല. വിഷമമായി. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ കേട്ടോ ടെൽസൺ. ബൈ. ഓക്കെ. അപ്പോൾ ടെൽസനും സ്വർണം കിട്ടിയിട്ടില്ല. ഇതുവരെ 3 പേർക്കാണ് നമുക്ക് ഗോൾഡ് കൊടുക്കാൻ പറ്റിയത്. ഇനി വിന്നർ ആരാണ്? വിന്നേഴ്സ് ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വിളിക്കേണ്ടവർ തന്നെയാണ്. അപ്പോൾ വിളിക്കുക. ചിലപ്പോൾ വാട്സപ്പ് വിന്നേഴ്സും ആവാം കേട്ടോ. അപ്പോൾ വാട്സപ്പിലും നിങ്ങൾ അയക്കാൻ മറക്കരുത്. 8086014443 എന്ന നമ്പറിലോട്ട് കേട്ടോ. ആ നമ്പറിലോട്ട് വിളിക്കരുത്. വിളിച്ചു കഴിഞ്ഞാൽ ആരും എടുക്കില്ല. അപ്പോൾ വിളിക്കേണ്ട നമ്പർ അതല്ല. അപ്പോൾ ഇത് വാട്സപ്പിൽ മാത്രം അയക്കേണ്ട നമ്പറാണ്. 12:45 വരെ മാത്രമേ സമയവും ഉള്ളൂ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. സോ യെസ്, നമുക്ക് അടുത്ത കോളിലോട്ട് പോകാം. ഹലോ, ഇതാരാണ്? ആദിദേവ്. സുഖമാണോ ആദിദേവിന്? ആദിദേവ് എവിടുന്നാ വിളിക്കുന്നേ? എന്റെ മാമന്റെ വീട്ടിൽ നിന്നാണോ? മാമന്റെ വീട് എവിടെയാ? ബംഗാലി. അത് ഏത് ഡിസ്ട്രിക്റ്റാ? കോഴിക്കോട്. അപ്പൊ ആദിദേവ് എത്രാം ക്ലാസ്സിലാ? ആദിദേവ് 5ാം ക്ലാസ്സിൽ അല്ലേ? 5th സ്റ്റാൻഡേർഡിലല്ലേ? യെസ്. ആദിദേവ് എന്താ വെക്കേഷൻ ചെയ്തേ? വെക്കേഷൻ ഒന്നും ചെയ്തില്ലല്ലേ? കളിച്ചോ? TV കണ്ടു? അനിയന്മാരുടെ കൂടെ കളിക്കുക. അപ്പൊ വെക്കേഷൻ വന്നാണോ മാമന്റെ വീട്ടില്?
ആ ആണ്. അവിടെ കസിൻസ് ഒക്കെ ഉണ്ടോ? യെസ് യെസ്. അപ്പൊ ഇന്നിപ്പോ തിരിച്ചു പോകണ്ടേ? ആ നാളെ തുറക്കൂലേ സ്കൂള്? യെസ് ഇന്ന് പോവും. ഇന്ന് വീട്ടിൽ പോവും അല്ലേ? ആ എത്ര ദിവസമായിട്ടുണ്ടായിരുന്നു മാമിന്റെ വീട്ടില്? 5 ദിവസം. 5 ദിവസം ഉണ്ടായിരുന്നു അല്ലേ? അടിപൊളിയായിരുന്നു അല്ലേ? പൊളിച്ചല്ലേ? യെസ്. ആദിദേവ് പാടുവോ? എന്റെ അനിയൻ പാടും. അനിയൻ പാടുവോ? അടുത്തുണ്ടോ അനിയൻ? ആ ഹലോ. ഹലോ. അവൻ പാടി പാടി അങ്ങ് പോയല്ലേ? കീ കൊടുക്കുന്ന പാവ പോലെ പാടെന്ന് പറഞ്ഞപ്പോ അപ്പൊ പാടി തുടങ്ങിയല്ലേ? എന്താ പേര് അനിയന്റെ? ആദീഷ്. ആദി. ആദിന്നാണോ? ആദിദേവും ആദീസ് ആണോ? ആദിസ്. ആദിസ് അല്ലേ? ഓക്കെ ഓക്കെ. ആദിദേവും ആദിസും. അടിപൊളി അടിപൊളി. സോ യെസ്, ഏതാണ് നമ്പർ? നമ്പർ 57. 57. 57. ഓക്കെ. 57ല് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആദിദേവിന് നോക്കട്ടെ. അയ്യോ ഇല്ലല്ലോ. ഇല്ല കേട്ടോ. ഓക്കെ. ഓക്കെ. ഹാപ്പി ന്യൂ ഇയർ. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ബൈ ടാറ്റാ. സോ യെസ്, ആദിദേവിന് കിട്ടിയില്ല. പക്ഷെ ആദിദേവിന്റെ കോൾ ആക്ച്വലി അടിപൊളിയായിരുന്നു അല്ലേ? ആദിസിന്റെ പാട്ട് വേറെ ലെവലായിരുന്നു. ഓക്കെ യെസ്, നമുക്ക് നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ. ഹലോ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവശത്തിലേക്ക് സ്വാഗതം. ധാരാണ്? ഞാൻ ചേലക്കരയിൽ നിന്ന് സുജാ ബാബു ആണ്. സുജാ ബാബു. ആദ്യമായിട്ട് വിളിക്കണേ. ആദ്യമായിട്ട് വിളിക്കാണല്ലേ? ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട് സുജ? വീട്ടില് അച്ഛനമ്മ പിന്നെ ഹസ്ബൻഡ് 4 മക്കള്. 4 മക്കളുണ്ട് അല്ലേ? അതെ അതെ. എന്തൊക്കെയാ പേര്? എത്രാം ക്ലാസ്സിലൊക്കെയാ? അവര് ഒരാള് ഇത് OTP പഠിക്കുന്നു. പിന്നെ ഒരാള് 8ല്. പിന്നെ ഒരാൾ 1ല്. ഓക്കെ. എല്ലാരും ആൺകുട്ടികളാണോ? അല്ലല്ല, 2 ചെക്കന്മാരും 2 പെണ്ണുങ്ങളും. ഓഹോ, ഈക്വൽ ഈക്വൽ. ആദ്യമായിട്ട് വിളിക്കുവാണേ. ആദ്യമായിട്ട് വിളിക്കുക അല്ലേ? ഓക്കെ. അടിപൊളി അടിപൊളി. ഇനിയും വിളിക്കണം കേട്ടോ, ഇതൊരു തുടക്കമാണ്. ഓക്കെ ഓക്കെ. യെസ്, ഏതാണ് നമ്പർ? 51 അല്ലേ? 51. ഓക്കെ. 51ല് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കട്ടെ. 51ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ലല്ലോ. യെസ്, ഇനിയും വിളിക്കുമ്പോ നെക്സ്റ്റ് ടൈം മുതൽ വിളിക്കുമ്പോ ടിവിയുടെ വോളിയം കുറച്ച് വെക്കണം കേട്ടോ. ഓക്കെ. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ. ഭയങ്കര ഹാപ്പി ആയിരുന്നു അല്ലേ? ഭയങ്കര ഹാപ്പി ആയിട്ട് ആദ്യമായിട്ട് വിളിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്ന് തോന്നുന്നു വിളിച്ചതിൽ. അപ്പോൾ നമുക്കും സന്തോഷം ഒരുപാട്. ഇനിയും വിളിക്കണം, ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, സ്വർണം നേടണം. ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ. ഹലോ. ആരാണിത്? രഞ്ജിത. രഞ്ജിത, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. എവിടുന്നാ വിളിക്കുന്നേ? എറണാകുളം. ആഹാ, എന്താ ചെയ്യുന്ന രഞ്ജിത? ഞാൻ ഹൗസ് വൈഫ് ആണ്. വീട്ടിലാരൊക്കെ ഉള്ളത്? ഹസ്ബൻഡിന്റെ അമ്മ, 2 കുട്ടികള്. കുട്ടികളൊക്കെ എത്രയായി? കുട്ടികള് ഒരാള് 7th-ലും ഒരാള് 3rd-ലും. എങ്ങനെ ഉണ്ടായിരുന്നു വെക്കേഷൻ ഒക്കെ കുട്ടികളുടെ? വെക്കേഷൻ ഞങ്ങൾക്ക് ഇവിടെ എറണാകുളം ഫോർട്ട് കൊച്ചി ബീച്ചില് ഒക്കെ പോയി. പരിപാടി നടക്കണേ. അവിടെയൊക്കെ പോയി അടിച്ചു പൊളിച്ചു. കുട്ടികളുടെ വെക്കേഷൻ തീരുവാണ്. നാളെ ക്ലാസ് തുറക്കും. അതെ അതെ അതെ. നല്ല പണി ഉണ്ടായിരുന്നു 10 ദിവസം അല്ലേ? ഇനിയിപ്പോ സ്കൂളിൽ പോക്കോളുമല്ലോ ഒന്ന്. ഓക്കെ യെസ്, ഏതാണ് നമ്പർ? 48 അല്ലേ? 48ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. നോക്കട്ടെ.
നോക്കട്ടെ. 48 തുറക്കൂ സിസേ. ഇല്ലല്ലോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ടാറ്റാ, ബൈ. സോ ഇതുവരെ നോക്കുമ്പോൾ നമുക്ക് 3 പേർക്കാണ് ഗോൾഡ് കൊടുക്കാൻ പറ്റിയത്. ഇനിയും ഗോൾഡ് കൊടുക്കണം. അപ്പോൾ കുറച്ച് നേരമായിട്ട് അത് ആർക്കും കിട്ടുന്നില്ല. 3 പേര് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഒരു ഡിലേ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ആകുമ്പോഴേക്കും ഇനി കിട്ടും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ വിളിക്കുക. മേ ബി നെക്സ്റ്റ് കോളറിന് കിട്ടിയെന്ന് വരും. നിങ്ങളുടെ ആ ഒരു ടൈമും നിങ്ങളുടെ ഒരു ലക്കും പോലെ ഇരിക്കും. ആ ഒരു മൊമെന്റിലെ ലക്ക് പോലെ ഇരിക്കും എന്നുള്ളതാണ്. സോ യെസ്, അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ, ഹായ്, ഇതാരാണ്? ചന്ദ്രൻ. എവിടെന്നാ വിളിക്കുന്നേ? കൊല്ലം അഞ്ചൽ. നേരത്തെ വിളിച്ചിട്ടുണ്ട്. യെസ്, സ്വർണം കിട്ടിയിട്ടില്ല, പക്ഷെ കോള് കിട്ടിയിട്ടുണ്ടല്ലോ. അതെ അതെ, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ചില പേര് ഒരുപാട് പേരുണ്ടാവില്ലല്ലോ പേര്. ചന്ദ്രൻ എന്നൊക്കെ പറയുന്ന പേരിൽ അധികം ആൾക്കാർ വിളിക്കാറില്ല. ചേട്ടൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ചേട്ടൻ വിളിച്ചിട്ടുള്ളത്. എന്താ ചെയ്യുന്ന ചേട്ടാ? ഫർണിച്ചറിന്റെ ബിസിനസ് ആണോ അതോ വർക്കാണോ? നേരത്തെ ബിസിനസ് ഉണ്ടായിരുന്നു, ഇപ്പം വർക്കില്ല. എന്നാലും പുറത്തൊക്കെ ഉള്ള വർക്കുകളൊക്കെ ചെറുതായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, യെസ് യെസ്. അപ്പൊ ഏതാ ചേട്ടാ നമ്പർ? 59. 59 അല്ലേ? 59 പോയി. പിന്നെ 69 ഉണ്ട്. നമുക്ക് ഗോൾഡ് ഉണ്ടോ നോക്കാവേ. 69 നോക്കട്ടെ. 69 ഗോൾഡ് ഉണ്ടോ? ഇല്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. അടുത്തതിന് വിളിച്ചാലും നമുക്ക് വാട്സപ്പ് വരുന്നില്ല കേട്ടോ. വാട്സപ്പില്ല അല്ലേ? അടുത്തത് കിട്ടുമ്പോ നമ്മുടെ മോളുടെ നമ്പരും പറഞ്ഞിട്ട് അവരുടെ ഇട്ടാലും കുഴപ്പമില്ലല്ലോ. ഇല്ലില്ല, അതൊന്നും കുഴപ്പമില്ല. ചേട്ടൻ വിളിച്ചാ മതി. ഓക്കെ, താങ്ക് യു ചേട്ടാ, ബൈ. ഏത് നമ്പറിൽ നിന്ന് വേണമെങ്കിലും വിളിക്കാം, ഏത് വാട്സപ്പിൽ നിന്ന് പോലും അയക്കാം. പക്ഷെ നിങ്ങളാണ് അയക്കുന്നത് എന്നുള്ളേ ഉള്ളൂ. അതായത് വിന്നർ ആയി കഴിയുമ്പോൾ പിന്നെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവരുത് എന്നുള്ള മാത്രമേ ഉള്ളൂ. സോ യെസ്, അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ, ആരാണിത്? എന്റെ പേര് സജീവ് എന്നാണ്. സജീവ്, എവിടുന്നാ വിളിക്കുന്നേ? തിരുവനന്തപുരത്ത് നിന്നാണ്. എന്താ ചെയ്യുന്നേ? ഞാന് ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടിലെ മോള്, അമ്മ, ചേട്ടൻ, വൈഫ്. ഓക്കെ, അപ്പൊ എന്താണ് പരിപാടി? ഇന്നിപ്പോ സൺഡേ ആണ്. മോള് സ്കൂളിൽ പഠിക്കാണോ? സ്കൂളിൽ പഠിക്കാണ്. അപ്പൊ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂളിൽ തിരിച്ചു പോണതിന് മുന്നേ ഇന്ന് എന്തെങ്കിലും ഒക്കെ പ്ലാൻസ് ഉണ്ടാവുമല്ലോ മോക്ക്? ഇല്ല, ഇന്നിപ്പം പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ല. ഓക്കെ, ന്യൂ ഇയർ 31st സെലിബ്രേഷൻ ഒക്കെ ഉണ്ടോ? അത് കാണും. അതുണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് നമ്പറിലോട്ട് കിടക്കാം. ഏതാണ് നമ്പർ? 55. 55 അല്ലേ? 55. ഓക്കെ, 55 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഗോൾഡ് ഉണ്ടോ? നെഹി ഇല്ലല്ലോ. ഓക്കെ, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു, ടാറ്റാ, ബൈ. ഓക്കെ, യെസ്. അപ്പോൾ ഇനിയും സ്വർണം കിട്ടാനുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വിളിക്കുക. അതുപോലെ തന്നെ വാട്സപ്പിൽ അയക്കാൻ മറക്കരുത്. 8086011443. ടൈം കഴിയാറായി വാട്സപ്പിൻ്റെ. സോ യെസ്, നമുക്ക് നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ, ആരാണിത്? മിനി ഡേവിസ് അല്ലേ? ഓക്കെ, എവിടെന്നാ വിളിക്കുന്നേ? തൃശ്ശൂർ എന്നാണ് വിളിക്കുന്നത് അല്ലേ? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും മോളും ചേട്ടനും. മോൾ എത്രാം ക്ലാസ്സിലാ? 7ല്. മിനി വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ലില്ല, വീട്ടമ്മയാണ്. ആണ്. ചേട്ടനോ? ചേട്ടൻ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്ന് എന്താണ് ഫുഡ് സ്പെഷ്യൽ? ഞങ്ങൾക്ക് ക്രിസ്മസ് ആയിട്ട് ഇറച്ചി മീനൊക്കെ മേടിച്ച് കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് അമ്പ് പെരുന്നാൾ വരെയാണ്. 1 തീയതി അല്ലേ? 1 തീയതി. ഓക്കെ, അപ്പൊ ഇനി 1 തീയതി ആയിരിക്കും സെലിബ്രേഷൻ അല്ലേ? ഇനി ന്യൂ ഇയർ ഉണ്ട്, അമ്പ് പെരുന്നാളുണ്ട്. ഇനി അതിന് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്, അതൊക്കെ ആയിട്ട് ഇരിക്കുക അല്ലേ മൊത്തത്തിൽ? അടിപൊളി. അപ്പൊ ഏതാണ് സെലക്ട് ചെയ്ത നമ്പർ? 40.
40 അല്ലേ, 40. ഓക്കെ. സോ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ടൈം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി അയക്കാൻ പറ്റില്ല, 12:45 വരെ മാത്രമേ സമയം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ 40 നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ യെസ്, 40ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ലല്ലോ. സാരമില്ല. നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോൾ ടിവിയുടെ വോളിയം കുറയ്ക്കണം കേട്ടോ. ഓക്കെ, ടാറ്റാ. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ബൈ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഇതുവരെ 3 പേർക്ക് ഗോൾഡ് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇനിയും ഗോൾഡ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. മടിച്ചിരിക്കാതെ വിളിക്കുക. ചിലപ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ ഒന്നും വിളിച്ചിട്ടുണ്ടാവില്ല, മേ ബി ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടി എന്ന് വരും. അപ്പോൾ മടിച്ചിരിക്കാതെ വിളിക്കുക. ഫോൺ എത്തൊന്ന് ഡയൽ ചെയ്താൽ മതിയല്ലോ. നമ്മുടെ വാട്സപ്പിൽ അയക്കേണ്ട ടൈം കഴിഞ്ഞു, അതിന് പറ്റില്ല, സോറി. അപ്പോൾ വാട്സപ്പിൽ ഇനി അയച്ചിട്ട് കാര്യമില്ല. സോ നമുക്ക് കോളറിലോട്ട് പോവാം. ഹലോ, നമസ്കാരം. ഇത് ആരാണ്? ഷീല പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. വീട്ടിലാരൊക്കെയുണ്ട്? വൈഫും ഒരു മോളും അല്ലേ? ഞാൻ ആലോചിച്ച കഴിഞ്ഞ തവണ ഇതിന് മുന്നേ വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാണോ? ഇതിന് മുന്നേ ഒരാൾ ഇതുപോലെ വിളിച്ചിട്ട് ഹസ്ബൻഡിനെ വൈഫ് എന്ന് പറഞ്ഞായിരുന്നു. വൈഫും ഒരു മോളും ഉണ്ടെന്ന് അതുപോലെ പറഞ്ഞു. അതാ ഞാൻ ആലോചിച്ചേ. ഓക്കെ. ഹസ്ബൻഡ് അവിടെ ഉണ്ടോ? അപ്പൊ പിന്നെ കുഴപ്പമില്ല, രക്ഷപ്പെട്ടു. ഓക്കെ, യെസ്. അപ്പൊ ഇന്ന് എന്താണ് സൺഡേ പരിപാടികൾ? ഫുഡ് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ ഇന്ന്? ഇല്ല. ഓക്കെ. യെസ്. അപ്പൊ ഏതാണ് നമ്പർ? എന്നിട്ട് ഫസ്റ്റ് ടൈം അല്ലേ വിളിക്കുന്നേ? കിട്ടത്തില്ല അല്ലേ? ഓക്കെ. എന്തായാലും ഇത്തവണ കിട്ടിയല്ലോ, ഇനി എപ്പോഴും കിട്ടും. ഏതാണ് നമ്പർ? 37. 37. ഓക്കെ, 37ല് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. നോക്കട്ടെ, 37ല് ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ലല്ലോ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ടൈം. എന്തോ? അതാണ് നമുക്കും സന്തോഷം. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ കേട്ടോ. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. യെസ്, ടാറ്റാ. ഓക്കെ, ചേച്ചി ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ആളാണ് അല്ലേ? വിളിച്ച് കിട്ടിയത് മതി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈം സ്വർണ്ണം കിട്ടട്ടെ കേട്ടോ ചേച്ചി. അപ്പോൾ നമുക്കിനി ചെറിയൊരു ബ്രേക്കിലോട്ട് പോയാലോ? അപ്പോൾ പുതിയ സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൽ ഇനിയൊരു ഷോർട്ട് ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. വെൽക്കം ബാക്ക് ടു പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. യെസ്, സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൽ നമുക്ക് ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 പേർക്കാണ് ഗോൾഡ് കൊടുക്കാൻ പറ്റിയിരിക്കുന്നത് ഈ എപ്പിസോഡിൽ. ഇനിയും ഗോൾഡ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. സോ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്നുണ്ടോ ഈ ഗോൾഡ് എന്ന് പറയുന്നത് ഡയമണ്ട്സ് ആണ്. ഇത് എവിടെ നിന്നുള്ളതാണെന്ന് അറിയാം? നമ്മുടെ സ്വർണ്ണമഹലിൽ നിന്നുള്ളതാണ്. പോത്തി സ്വർണ്ണമഹലിൽ നിന്നുള്ള ഓർണമെൻറ്റ്സ് ആണ്. ഇപ്പോൾ ഈ
മാലയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ ഇയറിംഗ് ആണെന്നുണ്ടെങ്കിലും ഈ ബാങ്കിൾ ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ക്യൂട്ടാണ്. എനിക്ക് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു ഭംഗി നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് വിഷ്വലി അത് അറിയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ ഇത് നല്ല രസമാണ് കാണാൻ. ഓഫ് കോഴ്സ് ഡയമണ്ട് ആണ്, അതുപോലെ തന്നെ ഡിസൈൻ കാണുമ്പോൾ അറിയാമല്ലേ, നല്ല രസമുള്ള ഓർണമെൻറ്റ്സ് ആണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇതൊക്കെ ഇട്ട് നിൽക്കാൻ. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. സ്വർണ്ണ വൃക്ഷം എന്ന് പറയുന്ന ഒരു സ്കീം പോത്തി സ്വർണ്ണമഹലിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സ്കീമിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതായത് നമ്മൾ നോർമലി സ്വർണം കൊടുത്ത് വാങ്ങും, അതായത് പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേറെ സ്വർണം വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശാവാറുണ്ട്. സെയിം വെയിറ്റിനുള്ള വാങ്ങിയാൽ പോലും കയ്യിൽ നിന്ന് കാശാവും അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ഓർണമെൻറ്റ് കൊടുത്ത് വേറെ വാങ്ങുമ്പോൾ അത് സെയിം ഗ്രാംസിൽ വാങ്ങുമ്പോൾ കൂടുതൽ പൈസ ആകുമ്പോൾ നമുക്ക് വിഷമം വരാറുണ്ട്. പക്ഷേ ആ ഒരു വിഷമം നിങ്ങൾക്ക് ഇനി വരാതിരിക്കാനുള്ളൊരു സ്കീമാണ് ഈ സ്വർണ്ണ വൃക്ഷം എന്ന് പറയുന്ന സ്കീം. അതായത് നമ്മളിപ്പോൾ കുറച്ച് ഗോൾഡ് കൊണ്ട് കൊടുക്കുകയാണ് നമ്മുടെ സ്വർണ്ണമഹലിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 11 മാസം ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 11 months നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ പണിക്കൂലിയൊന്നും അധികം കൊടുക്കാതെ തന്നെ സ്വർണ്ണം വാങ്ങാൻ പറ്റും. അതായത് 18% വരെയുള്ള പണിക്കൂലി ഫ്രീ ആയിരിക്കും എന്നുള്ളതാണ്. 18% കൂടുതൽ പണിക്കൂലി ഉള്ളതാണെന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ വരുന്ന ആ പണിക്കൂലിയുടെ കാശ് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുള്ളൂ. അല്ലാണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ പോലെ, അതായത് പണിക്കൂലി ഇല്ലാതെ വാങ്ങുന്ന പോലെ തന്നെ നമുക്ക് അതേ എമൗണ്ടിൽ സ്വർണം വാങ്ങാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു സ്കീമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ വിഷമം വരാത്ത ഒരു സ്കീമാണ് സ്വർണ്ണ വൃക്ഷം കേട്ടോ. ഓക്കെ, നമ്മുടെ ബാക്ക് ടു സ്വർണ്ണ വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നമ്പേഴ്സ് ഇനിയും ഓപ്പൺ ചെയ്യാനുണ്ട്. അല്ല, എവിടേക്കോ ഗോൾഡ് ഇരിപ്പുണ്ട്. അപ്പോൾ അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ, ഹലോ, ആരാണിത്? ഇർഫാന. എവിടുന്നാ വിളിക്കുന്നത് ഇർഫാന? പട്ടാമ്പി. എവിടെയാ? പട്ടാമ്പി. പട്ടാമ്പി. എന്താ ചെയ്യുന്ന ഇർഫാന? ഒന്നും ചെയ്യുന്നില്ല, ഹൗസ് വൈഫ് ആണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഉമ്മ, ഉപ്പ, അനിയന്മാര്, അനിയത്തി. ഉമ്മ, ഉപ്പ, അനിയന്മാര്, അനിയത്തി. എത്ര പേരുണ്ട് അനിയന്മാരൊക്കെ? 3 അനിയന്മാര്, ഒരു അനിയത്തി ഉണ്ട് അല്ലേ? അപ്പൊ മൂത്ത ചേച്ചിയാണ് ഇർഫാന. ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടല്ലേ ഇർഫാന? ഞാൻ ഓർക്കുന്നു. യെസ്, ഇർഫാനയുടെ ബ്രദേഴ്സിന്റെയും സിസ്റ്ററിന്റെയും ഒക്കെ പേരെന്തൊക്കെയാണ്? മൂത്താള് മുസ്തഫ, രണ്ടാമത്തെ ഉസ്താദ്, മൂന്നാമത്തെ മുർഷിദ്, ചെറിയ ആള് ഇസ്ര. ഓക്കെ, അടിപൊളി. ഓക്കെ, യെസ്, ഏതാണ് നമ്പർ? 17 പിടിക്കാം. 17 പിടിക്കാം അല്ലേ? ഓക്കെ, 13 അല്ലേ? 13. ഓക്കെ, 13 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഇർഫാൻ, എന്താണ് സൺഡേ സ്പെഷ്യൽ വീട്ടിൽ? ബിരിയാണി, ചിക്കൻ ബിരിയാണി? സാധാ ചോറ്. ഓക്കെ, സാരമില്ല, നമുക്ക് ഇന്ന് സ്വർണം കിട്ടുകയാണെങ്കിൽ നമുക്ക് ബിരിയാണി ആക്കാം വൈകുന്നേരം. ഓക്കെ, 13 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഗോൾഡ് ഉണ്ടോ 13? അയ്യോ, ഇല്ലല്ലോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു. അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. ടാറ്റാ, ബൈ. അപ്പോൾ യെസ്, ഇർഫാനയ്ക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി ആർക്കാണ് ഗോൾഡ് വെയിറ്റ് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോളർ ആണ്, നമുക്ക് സംസാരിക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? ബിനു. എവിടെന്നാ വിളിക്കുന്നേ? പേരൂർക്കട. എന്താ ചെയ്യുന്ന ബിനു? പ്ലംബിങ്ങിന്റെ വർക്കാണ് അല്ലേ? ഓക്കെ, യെസ്. ഇന്ന് ഏത് നമ്പറാ ചൂസ് ചെയ്തിരിക്കുന്നേ? നമ്പർ 6868. 68 അല്ലേ? 68 ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് കോളർ ആട്ടോ ബിനു. ഓക്കെ, ലെറ്റ്സ് സീ. 68 ഗോൾഡ് ഉണ്ടോ? ഓ നോ, ഇല്ലല്ലോ. സോറി, അതാണ്. സാരമില്ല കേട്ടോ, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. അപ്പോ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു ഹാപ്പി ന്യൂ ഇയർ അങ്ങോട്ട് ആശംസിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അതാണ്. സോ യെസ്, അപ്പോ നമ്മുടെ 68 ആണ് ലാസ്റ്റ് പറഞ്ഞത്. 68 ഇല്ലായിരുന്നു. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? കോൾ അല്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പാണ്. അപ്പോൾ വാട്സപ്പിൽ നമുക്ക് ഒരു വിന്നറിനെയാണ് കിട്ടിയിരിക്കുന്നത്. സച്ചിൻ പ്രകാശ് എന്നാണ് പേര്. കാലിക്കട്ട് ആണ് സ്ഥലം. അപ്പോൾ സച്ചിൻ പ്രകാശ് പറഞ്ഞ നമ്പർ ഏതാണെന്ന് അറിയണ്ടേ? 11 സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്പർ നമുക്ക് തുറന്നു നോക്കാം ഗോൾഡ് ഉണ്ടോന്ന്. അതായത് ഈ ഒരു നമ്പേഴ്സിൽ ആദ്യം വരുന്ന നമ്പറാണ് 11 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഗോൾഡ് ഉണ്ട്, കൺഗ്രാറ്റുലേഷൻസ്.
അടിപൊളി. അപ്പൊ 11 ഇരുന്നിട്ട് ആരും അറിഞ്ഞില്ലല്ലോ അല്ലേ? വാട്സപ്പ് വഴിയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, സോ യെസ്. അപ്പോൾ ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ പറയേണ്ട ഒരു കാര്യം, നമ്മുടെ പോത്തി സ്വർണ്ണമഹൽ ഈ ഒരു സ്കീമിനെ പറ്റിയാണ്. അതായത് സ്വർണ്ണ വൃക്ഷം എന്ന് പറയുന്ന സ്കീം. അതായത് നമ്മൾ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ പണിക്കൂലി നമുക്ക് കൊടുക്കേണ്ടി വരാറുണ്ട്, കയ്യിൽ നിന്ന് കാശ് പോകാറുണ്ട് അല്ലേ? അതിന് പകരം നമുക്ക് അങ്ങനെ കാശ് കൊടുക്കേണ്ടാത്ത ഒരു സ്കീമാണ്. അതായത് നമ്മൾ സ്വർണ്ണം എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് 11 മാസം നമ്മുടെ സ്വർണ്ണമഹലിൽ ആ ഗോൾഡ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 11 മാസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് സ്വർണം വാങ്ങാം. അതേ എമൗണ്ടിൽ വാങ്ങുമ്പോൾ ഈ 18% വരെ പണിക്കൂലി ഫ്രീ ആണ് എന്നുള്ളതാണ് ഈ ഒരു സ്കീമിൻ്റെ പ്രത്യേകത. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ യെസ്, എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയായിരുന്നു. നമുക്ക് ഒരുപാട് പേർക്ക് സ്വർണം കൊടുക്കാൻ പറ്റി. അതുപോലെ തന്നെ ഈ വർഷത്തിലെ ഏറ്റവും ലാസ്റ്റ് എപ്പിസോഡാണ്, 2024 സ്വർണ്ണവർഷത്തിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വർഷം കാണാമെന്നൊക്കെ 2025 വരുന്ന ആദ്യത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം. സോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമായിരുന്നു എന്ന് വിചാരിക്കുന്നു. ഈ വർഷം ഇതുപോലെ അല്ലെങ്കിൽ ഇതിലും മനോഹരമായിട്ടുള്ളൊരു വർഷമായി മാറട്ടെ 2025. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. ദിസ് ഈസ് ശിൽപ സൈനിങ് ഓഫ്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.